ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഐഡിയാസ്. ഞാൻ നാജിയ ഷെറിൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ബട്ടർഫ്ലൈനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലൊരു ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് അതൊന്ന് മടക്കിയെടുക്കണം. ശേഷം നമുക്ക് ഈ വൈറ്റ് പേപ്പറിൻ്റെ ഉള്ളിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ വൈറ്റ് പേപ്പറിൽ ബോർഡർ വരച്ച പോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വൈറ്റ് പേപ്പർ നമുക്ക് ആവശ്യമില്ല, അത് ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടിയിട്ടാണ് അത് എടുത്തിട്ടുള്ളത്. ഇനി അടിയിലെ ചിറകും കൂടി ഒന്ന് ബോർഡറിൽ ഒന്ന് വെട്ടി കൊടുക്കണം. വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെട്ടുമ്പോൾ ഇത് മുറിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ബോർഡർ മുറിഞ്ഞു പോകാൻ പാടില്ല. ഞാനിപ്പോൾ ബ്ലാക്ക് പേപ്പറിൽ ഒരു ബട്ടർഫ്ലൈനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്ത് അത് 4ആയി മടക്കുകയാണ്. ഇനി ഞാൻ അതിലൊരു ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഡിസൈനാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വരക്കാം. ഇനി ഇത് ഒരു ബ്ലാക്ക് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് രണ്ട് രീതിയിലാണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇനി ആ ചെറിയ പീസ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് മുറിച്ചു കൊടുക്കാം. ഇനി മുറിച്ചതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് ചെറിയ ചിറകിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ ചിറകിലും ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ വലുതും ചെയ്തെടുക്കണം. ഇനി ഞാൻ റോസ് കളർ പേപ്പറിൽ ഞാനൊരു ബട്ടർഫ്ലൈനെ മുറിച്ചെടുക്കുകയാണ്. നേരത്തെ നമ്മൾ വരച്ചെടുത്ത അതേ അളവിൽ തന്നെയാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്തൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ നടു ഒന്ന് മുറിച്ചു കൊടുക്കണം. മുറിച്ചെടുത്ത ഭാഗത്ത് നമുക്ക് ഗം ഒന്ന് തേച്ച് കൊടുക്കാം.
ഇനി അത് ബ്ലാക്ക് പേപ്പറിൻ്റെ ബാക്ക് ഭാഗത്ത് ഒട്ടിക്കണം. അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് പേപ്പർ എടുത്ത് അത് പകുതി മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടിയില്ലാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ റോസ് ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിൽ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ മുറിച്ചെടുത്ത ബ്ലാക്ക് പോർഷൻ എടുത്തിട്ട് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ബാക്കിൽ ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഇടവിട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി പശ തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ റോസ് പേപ്പറും അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.